കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി 2-3 മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ദിവസങ്ങളുടെ കണക്കെടുത്താൽ ഏതാണ്ട് 100-ൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 3 മുന്നണികളും സംസ്ഥാനത്ത് ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ തിരക്കുകളിൽ തന്നെയാണ്. ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും മാസങ്ങൾക്ക് മുൻപ് തന്നെ UDF-ഉം LDF-ഉം NDA-യും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ച് ചർച്ചകളിലേക്കുമൊക്കെ തന്നെ കടന്നിരിക്കുകയാണ്. എന്തായാലും LDF ഇത്തവണ ഭരണത്തിൽ നിന്ന് തൂത്തെറിയുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അത് LDF-നും ബോധ്യമായിട്ടുണ്ട് എന്നതാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് CPM-ന്റെയും LDF-ലെ പല കക്ഷികളുടെയും നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും CPM-ന്റെ നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ തങ്ങൾ ഒരു പോരാട്ടത്തിന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ തോൽവി സമ്മതിച്ചു എന്നതിന്റെ വ്യക്തമായ ചില സന്ദേശങ്ങളാണ് നൽകുന്നത്. മറുവശത്ത് UDF 10 വർഷത്തെ പ്രതിപക്ഷത്തിൽ നിന്ന ആ ഒരു തിരിച്ചടിയിൽ നിന്നും നിരവധി പാഠങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള തിളക്കമാർന്ന വിജയം, LDF-നെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നേടിയ വിജയം, ആ വിജയത്തിന്റെ ആത്മവിശ്വാസം അത് UDF-നെ സംബന്ധിച്ച് കൂടുതൽ ഒരു ഊർജ്ജമേകുന്ന ഘടകമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലാണ് മുന്നണിയും കോൺഗ്രസും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് VD സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള നീക്കത്തിലേക്ക് LDF, പ്രത്യേകിച്ച് LDF-ന് നേതൃത്വം കൊടുക്കുന്ന CPM കടന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് CPM-ന്റെ മന്ത്രിയും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രമുഖ നേതാവുമായിട്ടുള്ള V ശിവൻകുട്ടി VD സതീശനെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ഒറ്റതിരിഞ്ഞുള്ള ആക്രമണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന് തുടക്കം കുറിച്ചത് V ശിവൻകുട്ടി തന്നെയാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞയാഴ്ച നിയമസഭയിൽ നടത്തിയ ഒരു പരാമർശം, ഒരു പ്രസ്താവന, അത് കോൺഗ്രസിന്റെ ആരാധ്യായ നേതാവ് സോണിയാഗാന്ധിക്കെതിരായിട്ടായിരുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ വസതി റെയ്ഡ് ചെയ്യണം, അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം, എന്നാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരൂ എന്ന് നിയമസഭയ്ക്കകത്ത് പറഞ്ഞ ഒരു CPM-ന്റെ നേതാവാണ് മന്ത്രി V ശിവൻകുട്ടി. അതിന് നിയമസഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞയാഴ്ച കൃത്യമായിട്ട് മറുപടി കൊടുത്തു. V ശിവൻകുട്ടിയെ അദ്ദേഹത്തിന്റെ മുൻ നിലപാടുകളും മുൻ പ്രവർത്തികളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശക്തമായ രാഷ്ട്രീയ വിമർശനമാണ് VD സതീശൻ ഉന്നയിച്ചത്. ഒരു ഘട്ടത്തിൽ V ശിവൻകുട്ടിയെ സംഘിക്കുട്ടി എന്ന് വരെ VD സതീശനെ വിളിക്കേണ്ടി വന്നു. കാരണം അത്തരത്തിലുള്ള നിലപാടുകളാണ്. പുറമെ സംഘപരിവാർ വിരുദ്ധത പറയുകയും എന്നാൽ അകമേ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തികളും സമീപനങ്ങളും നിലപാടുകളും എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് V ശിവൻകുട്ടി എന്നുള്ളത്. അപ്പോൾ ആ നിയമസഭയ്ക്ക് പുറത്ത് കോൺഗ്രസ് കഴിഞ്ഞയാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടയിൽ അദ്ദേഹം കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് VD സതീശൻ രൂക്ഷമായ ഭാഷയിൽ V ശിവൻകുട്ടിയെ വിമർശിച്ചത്. അദ്ദേഹം മുൻപ് ഈ നിയമസഭ തല്ലിപ്പൊളിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ, അതിൽ നിയമസഭയുടെ മേശപ്പുറത്തോടെ ഒക്കെ തന്നെ ഓടിച്ചാടി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ശക്തമായി വിമർശിക്കുന്ന ഒരു നിലപാട് VD സതീശൻ എടുത്തു. എന്നാൽ അതിനെതിരെ V ശിവൻകുട്ടി വളരെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങളും ഒക്കെയാണ് നടത്തുന്നത്. അദ്ദേഹം പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, VD സതീശനെ പറവൂരിൽ നിന്നും നേമത്തേക്ക് മത്സരത്തിനായിട്ട് ക്ഷണിക്കുകയാണ് ചെയ്തത്. V ശിവൻകുട്ടി പറയുന്നത് പറവൂരിൽ UDF-നെ ജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ VD സതീശനെ പോലൊരു നേതാവ് BJP-യുടെ പിന്തുണ തേടിയിരിക്കുകയാണ് പറവൂരിൽ ജയിക്കാൻ. മറിച്ച് നേമത്ത് കോൺഗ്രസ് BJP-യെ സഹായിക്കും. അത്തരമൊരു ഡീലിലേക്ക് VD സതീശൻ പോയിരിക്കുന്നു. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട്, പറവൂരിൽ ജയിക്കാൻ വേണ്ടിയിട്ട് നേമത്ത് BJP-യുമായിട്ട് VD സതീശൻ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന നട്ടാൽ കുരുക്കാത്ത നുണ, അല്ലെങ്കിൽ കേരളീയ പൊതുസമൂഹം പുച്ഛിച്ചു തള്ളുന്ന യാതൊരു ലോജിക്കുമില്ലാത്ത ഒരു പ്രസ്താവനയാണ് V ശിവൻകുട്ടി നടത്തിയത്. ധൈര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടം പോരാട്ടം നയിക്കുന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് സത്യസന്ധതയുണ്ടെങ്കിൽ VD സതീശൻ നേമത്ത് വന്ന് മത്സരിച്ച് BJP തോൽപ്പിക്കണമെന്നാണ് V ശിവൻകുട്ടി പറയുന്നത്. അപ്പോൾ
നേമത്ത് വി ശിവൻകുട്ടിക്ക് BJP തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നതിന് തുല്യമാണ് അത്തരമൊരു പ്രസ്താവന. എനിക്ക് തോൽപ്പിക്കാൻ പറ്റില്ല, അപ്പോൾ VD സതീശൻ വന്ന് നേമത്ത് നിന്ന് BJP തോൽപ്പിക്കൂ എന്നുള്ള ഒരു പ്രതികരണമായി പോയി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നും. എന്തായാലും ആ ഒരു ചൂണ്ടയിൽ വീഴാനായിട്ട് പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. അതിന് പിന്നിലുള്ള രാഷ്ട്രീയമൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകും. അതിനെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് VD സതീശൻ സ്വീകരിച്ചത്. എന്തായാലും VD സതീശനെതിരെ പ്രത്യേകിച്ചും മതനിരപേക്ഷ നിലപാടുകൾ എന്നും ഉയർത്തുന്ന സംഘപരിവാറിനെതിരെ, വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ നിരന്തരം പോരാട്ടം നടത്തുന്ന VD സതീശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു നിലപാടാണ് CPM-ന്റെ നേതാക്കള് കഴിഞ്ഞ കുറെ കാലമായിട്ട് സ്വീകരിച്ചു പോരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് VD സതീശനാണ് UDF-നെ ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത് എന്നത് തന്നെയാണ്. അത് CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. VD സതീശനെ പോലെ ശക്തനായ നിലപാടുകളുള്ള ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന UDF-നെ തോൽപ്പിക്കുക ഭഗീരഥ പ്രയത്നമായിരിക്കും എന്ന് മനസ്സിലാക്കിയ CPM VD സതീശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗ്, വീരാലിപ്പെട്ട് പുതച്ച് കിടക്കേണ്ടി വന്നാലും വർഗീയതയുമായിട്ട് യാതൊരു കോംപ്രമൈസിനും താൻ പോകില്ല. വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകൾ ഒക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം ശക്തമായ രീതിയിൽ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയതയ്ക്കെതിരെ വിമർശനം നടത്തിയിട്ടുണ്ട്. എന്നാൽ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയെയും ഒരാളെയും അദ്ദേഹം വിമർശിച്ചിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതിനെ ചോദ്യം ചെയ്യുമ്പോൾ VD സതീശനെ സംഘപരിവാറിന്റെ ഏജന്റാക്കി മുദ്ര കുത്തി അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ് CPM നടത്തുന്നത്. എന്നാൽ തങ്ങളും അതേപോലെയാണ്, അല്ലെങ്കിൽ തങ്ങളും വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യുന്നവരാണ്. വെള്ളാപ്പള്ളി നടേശനെ തങ്ങളും കാറിൽ കയറ്റില്ല, വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് തുറന്നു പറയാൻ CPM-ന് കഴിയാതെ പോകുന്നതാണ് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പാപ്പരത്വം എന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. VD സതീശൻ വർഗീയതയ്ക്കെതിരെ പറയുമ്പോൾ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്ന് പറയുമ്പോൾ, എന്നാൽ ഞങ്ങളും വർഗീയതയ്ക്കെതിരാണ്, വെള്ളാപ്പള്ളി നടേശനെ ഞങ്ങളും തള്ളിപ്പറയുന്നു എന്ന് പറയാനുള്ള ആർജവം, ചങ്കൂറ്റം CPM-ന് ഇല്ലാതെ പോയിരിക്കുന്നു എന്നതാണ് CPM ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഒരു ജീർണത എന്ന് പറയുന്നത്. വി ശിവൻകുട്ടി നമുക്കറിയാം, അദ്ദേഹം ഫേസ്ബുക്കിലും വാക്കുകളിലൂടെയും ഒക്കെ തന്നെ സംഘപരിവാറിനെതിരെ ശക്തമായിട്ട് പോരാട്ടം നടത്തുമെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം സംഘപരിവാറുമായിട്ട് എന്നും സന്ധി ചെയ്തു പോകുന്ന ഒരു നേതാവാണ് വി ശിവൻകുട്ടി. CPM എക്കാലത്തും എതിർത്തിരുന്ന സംഘപരിവാറിന്റെ ഒരു അജണ്ടയായ പദ്ധതിയാണെന്ന് പറഞ്ഞ് വിമർശിച്ചിരുന്ന PM ശ്രീ, ആ PM ശ്രീ പദ്ധതിയിൽ കേരളത്തിലെ ജനങ്ങളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ആരും അറിയാതെ പോയി ഒപ്പിട്ട ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻകുട്ടി. സ്വന്തം മന്ത്രിസഭയെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് സ്വന്തം മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രിമാരെയും അറിയിക്കാതെ, മറ്റൊരു പാർട്ടിക്കാരെയും അറിയിക്കാതെ, മറ്റൊരു ഘടകകക്ഷികളായിട്ടുള്ള ഒരു പാർട്ടിക്കാരെയും അറിയിക്കാതെയാണ് PM ശ്രീ പോലെ സംഘപരിവാറിന്റെ ഒരു അജണ്ട സംസ്ഥാനം നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതി അതിന് പോയി ഒപ്പിട്ട് കാശ് സ്വീകരിക്കാനുള്ള നിലപാട് വി ശിവൻകുട്ടി സ്വീകരിച്ചത്. ഒപ്പം തന്നെ ലേബർ കോഡ് പോലുള്ള പദ്ധതികളിലും അവർക്ക് അനുകൂലമായിട്ടുള്ള ചില നിലപാടുകളാണ് വി ശിവൻകുട്ടി എടുത്തത്. അപ്പോൾ അത്തരത്തിൽ സംഘപരിവാറിനോട് ചേർന്ന് പോകുന്ന അവരുടെ നയങ്ങളൊക്കെ തന്നെ കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു ഏജന്റായിട്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിട്ട് വി ശിവൻകുട്ടി അധപ്പതിച്ചിരിക്കുന്നു. അപ്പോൾ താൻ അത്തരത്തിൽ അങ്ങനെ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരെയും അതേ കണ്ടുകൊണ്ട് കണ്ട് ആ ഒരു ചാപ്പ അടിച്ചു കൊടുക്കാനാണ് വി ശിവൻകുട്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. അതെന്തായാലും VD സതീശന് ആ ചാപ്പ ചേരില്ല, ആ കുപ്പായം അത് VD സതീശന് ചേരില്ല, അത് ശിവൻകുട്ടിക്ക് തന്നെയാണ് ശരിക്കും ചേരുക എന്നുള്ള കാര്യം കേരളീയ പൊതുസമൂഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. എന്തായാലും VD സതീശനെ CPM നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള UDF-നെ തോൽപ്പിക്കുക വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവ് CPM-നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നായകനെ, എതിർമുന്നണിയുടെ നേതാവിനെ തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന തീർത്തും അപഹാസ്യമായിട്ടുള്ള ഒരു നിലപാട് CPM അതിന്റെ നേതാക്കളൊക്കെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത് എന്നതിൽ തർക്കമില്ല.